നമസ്കാരം. എൻ്റെ പേര് സാം പി തോമസ്. ഞാൻ ഇപ്പോൾ എലന്തൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഞാൻ ഒരു വ്യത്യസ്തനാണ് അല്ലേ? കാരണം വ്യത്യസ്തത എന്ന് പറയുമ്പോൾ രണ്ട് മേഖലയിലെ വ്യത്യസ്തതയുള്ള ഒരു ജനപ്രതിനിധിയാണ്. ഏതൊക്കെയാണെന്ന് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കുക. തീർച്ചയായിട്ടും വളരെ ചെറുപ്പം മുതൽ തന്നെ ഞങ്ങളുടെ ഈ സഭാതലത്തിലൊക്കെ കുഞ്ഞുങ്ങളുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുന്നുമുണ്ട്. അവരുടെ ക്യാമ്പിനും മറ്റുമൊക്കെ പോകുമ്പോൾ അവരിലേക്ക് ഒരു നല്ല തീം കൊടുക്കാനായിട്ട് കുറച്ച് മാജിക് ഐറ്റംസൊക്കെ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലും ക്ലാസ്സുകൾക്കൊക്കെ നേതൃത്വം കൊടുക്കാനായിട്ട് നല്ലൊരു തീം കൊടുക്കാനായിട്ട് കഴിയുമായിരുന്നു. അതിലുപരി ചെറുപ്പം മുതൽ എൻ്റെ സഹോദരങ്ങളെല്ലാം അല്പം പാട്ടൊക്കെ പാടുന്നതുകൊണ്ട് അങ്ങനെ ഒരു കുറച്ച് പാട്ടുകൾ പാടാനായിട്ട് അവസരം കിട്ടി. അപ്പോൾ അതിപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഉപജീവന മാർഗ്ഗമായിട്ട് തന്നെ, കാരണം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മ്യൂസിക് ട്രൂപ്പുണ്ട്. അപ്പം അങ്ങനെ ഒരു മ്യൂസിക് ട്രൂപ്പ് എന്ന രീതിയിലാണ് ഞങ്ങളിപ്പോൾ ഈ പൊതുപ്രവർത്തനത്തോടൊപ്പം നമ്മുടെ ഇൻകം സൈഡ് അതങ്ങനെയാണ് അങ്ങനെ ഒരുമിച്ച് തന്നെ കുടുംബമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിക് ട്രൂപ്പുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. വലുതായിട്ട് സംഗീതമൊന്നും അങ്ങനെ കാര്യമായിട്ട് പഠിച്ചൊന്നുമല്ല, എന്നാലും ആ ഒരു ടാലൻ്റ് ഉള്ളത് അതല്പം അഭിവൃദ്ധിപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പറാണ്. അതെ, എലന്തൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ഇപ്പോൾ 2 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് ഏകദേശം 3 മാസമായതേ ഉള്ളൂ. അപ്പോൾ ഈ മജീഷ്യൻ്റെ റോള് അല്ലേ, ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മജീഷ്യനാണ്, അതേപോലെ തന്നെ ഒരു കൊയർ സിംഗർ കൂടിയാണ്. എങ്ങനെയാണ് ഈ സാഹിത്യ ലോകത്തെ ഈ ഒരു ജനാധിപത്യ സിസ്റ്റവുമായിട്ട് മെമ്പറെ കൂട്ടിയോജിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു സഭാതലത്തിലും രാഷ്ട്രീയ തലത്തിലും, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തന രംഗത്തിന് 2 തരത്തിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പലരും ചോദിക്കും ഇതെങ്ങനെ സാധിക്കുക. എന്നെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അത് വളരെ സന്തോഷകരമാണ്. 2 തരത്തിലും രണ്ടിലും എൻ്റെ ഒറ്റ കാര്യമേ ഉള്ളൂ, പൊതുജന സേവനം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു നയാ പൈസ പോലും കണക്ക് സൂക്ഷിച്ചുകൊണ്ട് തന്നെ, കാരണം ഒരു നയാ പൈസ പോലും മറ്റൊരു തരത്തിലുണ്ടാക്കാതെ അത് തീർച്ചയായിട്ടും പൊതുപ്രവർത്തന രംഗത്ത് സ്വന്തമായിട്ട് കാശുണ്ടാക്കി അതിൽ നിന്നും പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. നമുക്ക് ഓണററി കിട്ടാറുണ്ട്, പക്ഷേ അതുപോലെ നമ്മുടെ ഈ പ്രവർത്തനത്തിന് മാത്രമേ അത് ചിലവഴിക്കത്തുള്ളൂ. അതുപോലെ മറ്റ് ആവശ്യങ്ങൾക്ക് സാധാരണ രീതിയിൽ എടുക്കാറില്ല. അതുകൊണ്ട് പൊതുജനങ്ങളുടെ നന്മ മാത്രം പ്രവർത്തിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു ചെറുപ്പകാലത്ത് ഞാൻ 2005-2010 ചെറുകോൾ പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. പഞ്ചായത്ത് അംഗമായിരുന്നു 5 വർഷം. ഇപ്പോൾ ഏകദേശം 22 വർഷമായിട്ട് കീക്കുഴൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബോർഡ് അംഗം കൂടാണ്. അപ്പം അങ്ങനെ ധാരാളം മേഖലയിൽ പ്രവർത്തിപ്പാനായിട്ട് ഈ ഒരു കാലയളവിനുള്ളിൽ സഹായിച്ചു. കാരണം അത് ജനങ്ങളുമായിട്ടുള്ള വലിയൊരു വിശ്വാസ്യത നിലനിൽക്കുന്നതുകൊണ്ടാണ്. കിട്ടിയ അവസരം അത് ഭംഗിയായ രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് ഒരവസരം ലഭിക്കുന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സാധിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചു. അതിനുശേഷം ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധിയായി. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് മെമ്പർ ഈ ഒരു ജനപ്രാതിനിധ്യത്തിൻ്റെ 2 ടയറുകളിൽ സേവനം ചെയ്യുമ്പോൾ വ്യത്യാസം തോന്നിക്കുന്നത്? വളരെയധികം വ്യത്യാസമുണ്ട്. കാരണം ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുമ്പോൾ ആ വാർഡിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഒരാൾ വരുന്നു, ഒരു കത്ത് കൊടുക്കുന്നു, അല്ലെ ആ വാർഡിൻ്റെ മാത്രം, അതിന് വലിയൊരു മേഖലയല്ല. പക്ഷേ ഒരു ബ്ലോക്ക് മെമ്പർ ആയതിനു ശേഷമാണ് ഇങ്ങനെ കാര്യങ്ങളുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി. അതിനായിട്ട് എന്നെ സ്പർശിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഏറ്റവും ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, കഴിഞ്ഞ വർഷം ബ്ലോക്ക് തലത്തിൽ നടത്തിയ ഭിന്നശേഷി കലോത്സവം. അന്ന് വരെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഈ ബ്ലോക്കിൽ ഇത്രയും ഭിന്നശേഷി കുട്ടികളുണ്ട്. ഞാൻ ഓർത്തു വളരെ ചുരുക്കമായിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. പക്ഷേങ്കിൽ ഏകദേശം 250-ലധികം കുഞ്ഞുങ്ങൾ കഴിഞ്ഞ വർഷം ആ ഒരു ഭിന്നശേഷി കലോത്സവത്തിന് പങ്കെടുത്തു. അവരുടെ ആ കഴിവുകൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ തീരെ ചെറുതായി പോലും എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെയൊന്നും കഴിവുകളൊന്നുമല്ല അവരുടെ മുമ്പിൽ. അത് വലിയൊരു മാറ്റമായിരുന്നു. പിന്നെ നമ്മുടെ പ്രായമുള്ള അച്ഛനമ്മമാരുടെ കലോത്സവം, കൊച്ചു കുഞ്ഞുങ്ങളുടെ കലോത്സവം, ഇങ്ങനെ വിവിധ തരത്തിലുള്ള. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായതുകൊണ്ട് അതിന് മുമ്പും പത്തനംതിട്ട ജില്ലയിലെ ഏക ഗവൺമെൻറ് വൃദ്ധമന്ദിരം ഞങ്ങളുടെ അടുത്ത് ഈ പൊതുമുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ അവിടുത്തെ ഒരു കമ്മിറ്റി അംഗവും അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നതുകൊണ്ട് അറിയാം അവിടുത്തേക്ക് അതൊക്കെ ഇതൊരു വലിയ ത്യാഗ മനോഭാവത്തോടെയാണ് ആ ഒരു കാര്യം പ്രവർത്തിക്കുന്നത്. ഒപ്പം നമ്മുടെ മഹിളാ മന്ദിരം കോഴഞ്ചേരിയുള്ള, അതും ഇത് 2 ബ്ലോക്കിന് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളാണ്. കാരണം ചെറിയ പ്രശ്നത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ, അതായത് അപ്പനും പിതാവും മാതാവും ഒക്കെ ബ്രോക്കൺ ഫാമിലി അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ട് പാർപ്പിക്കുകയും അങ്ങനെ എല്ലാ തരത്തിലുള്ള സുരക്ഷ ഒരുക്കുന്ന സെൻ്ററാണ് മഹിളാ മന്ദിരം. ഓൾഡ് ഹോമിൽ ഏകദേശം 42 അന്തേവാസികൾ ഇപ്പോൾ ഉണ്ട്. 21 സ്ത്രീകളും 21 അച്ഛന്മാരും 21 അമ്മമാരുമുണ്ട്. അവരൊക്കെ അവിടെ അനുഭവിക്കുന്ന ഒരു സന്തോഷം കാണുമ്പോൾ, കാരണം അവർക്ക് ഒരു പക്ഷെങ്കിൽ മക്കളുള്ളവരാവാം, ആരുമില്ലാത്തവരാവാം, അങ്ങനെയുള്ള പല ആൾക്കാർ അവിടെ ഉണ്ട്. അവരോടൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ്. ഒരു പക്ഷെങ്കിൽ പഞ്ചായത്തിലായിരുന്നപ്പോൾ ഇത്രയും വലിയൊരു സാധ്യതകളില്ലായിരുന്നു. ഒരു പഞ്ചായത്ത് മെമ്പർ പക്ഷെങ്കിൽ വളരെ വ്യത്യസ്തമാണ്. എന്നാൽ ഒരു പക്ഷെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറുടെ അത്രയും പോലും ഒരു ബ്ലോക്ക് മെമ്പറിന് അത്രയും ഫണ്ട് ഇല്ലായിരിക്കാം. പക്ഷേ ധാരാളം കാര്യങ്ങൾ ഇടപെട്ട് ചെയ്യാനായിട്ട് ഈ നാളുകൾ കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മെമ്പർ ഒരു ഗാനം ആലപിച്ച സന്തോഷമായിരുന്നു.
ഗാനം ആലപിക്കുന്നതിന് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എന്നാലും ഞാൻ ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ഈ കരോൾ റൗണ്ടിങ്സൊക്കെ ഡോർ ടു ഡോർ നൈറ്റൊക്കെ ഇറങ്ങി പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ട് തൊണ്ടയിൽ അല്പം ക്രാക്കായിട്ടിരിക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു കിട്ടുന്ന അവസരങ്ങളൊന്നും തള്ളിക്കളയുന്ന ഒരാളല്ല. അതുകൊണ്ട് ഒരു കൂടുതലും ഡിവോഷണൽ സോങ് ആണ് പാടുന്നത്. എന്നാലും ഒരു 4 വരി അതുവേണ്ടി പാടാൻ 2 തരത്തിലുള്ള ഓരോ ചെറിയ 4 ലൈൻ പാടാനായിട്ടാക്കിയിരിക്കുന്നു. കരകവിഞ്ഞൊഴുകും കരുണയിൻ കരങ്ങൾ ഭൂമിയിൽ ആരുടേത്, ആകുലമാം ലോകത്തിൽ അനുദിനവും ശാന്തി തരും ചൈതന്യമാരുടേത്. എൻ മനമേ നീ പറയൂ എൻ്റെ ജീവൻ്റെ ജീവനേത്, എൻ മനമേ നീ പറയൂ നിന്റെ ജീവൻ്റെ ജീവനേത്. പ്രാർത്ഥന കേൾക്കും അനുഗ്രഹമരുളും ദാനങ്ങളാരുടേത്, കാൽവരി മലയിൽ നിന്നും ഒഴുകി വരും രുധിരത്തിൻ രോധനമാരുടേത്. എൻ മനമേ നീ പറയൂ നിന്റെ ജീവൻ്റെ ജീവനേത്, എൻ മനമേ നീ പറയൂ നിന്റെ ജീവൻ്റെ ജീവനേത്. ശരി, ഞാനങ്ങനെ അധികം ഞങ്ങൾ കൂടുതലും ഈ ഗ്രൂപ്പായിട്ടാണ് പാട്ടുകൾ പാടുന്നത്. ഒറ്റയ്ക്ക് അങ്ങനെ പാടുന്ന വളരെ ചുരുക്കമാണ്. അതുപോലെ തന്നെ കൂടുതലും ഡിവോഷൻ സോങ് ആണ് പാടുന്നതും. എന്നാലും ഒരു ചെറിയൊരു പാട്ടുകൂടെ പച്ചപ്പനന്തത്തെ എന്ന് പറഞ്ഞൊരു പഴയ ഒരു പാട്ടുകൂടെ പാടാം. പച്ചപ്പാനം തത്തേ പുന്നാരപ്പൂമുത്തി പുന്നെല്ലിൻ പൂങ്കരളേ, ഉച്ചയ്ക്കു നീ എൻ്റെ കൊച്ചുവാഴത്തോപ്പിൽ ഒന്നുവ പൊന്നഴകേ. പച്ചപ്പാനം തത്തേ പുന്നാരപ്പൂമുത്തി പുന്നെല്ലിൻ പൂങ്കരളേ, നീ ഒന്നുവ പൊന്നഴകേ. തെയ്യന്നം തെയ്യന്നം പാടുന്ന പാടത്ത് നീ ഒന്നു പാടഴകേ, കൊയ്യുന്ന കൊയ്ത്തരി വാളിനു കിക്കിളി പെയ്യുന്ന പാട്ടുപാട്. പച്ചപ്പാനം തത്തേ പുന്നാരപ്പൂമുത്തി പുന്നെല്ലിൻ പൂങ്കരളേ, നീ ഒന്നുവ പൊന്നഴകേ. എങ്ങനെയാണ് ഈ മാജിക് മേഖലയിലേക്ക് കടന്നു വരുന്നത്? ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഒരു ജനപ്രതിനിധി, മജീഷ്യനായ ഒരു ജനപ്രതിനിധി ഉള്ളത് നമ്മുടെ നാട്ടിലെ സാം മെമ്പറായിരിക്കാം. എങ്ങനെയാണ് ഈ മാജിക് മേഖലയിൽ കൂടുതൽ പഠിക്കുന്നത്? ആദ്യമേ ഞാൻ തിരുത്തിക്കോട്ടെ, ഞാനൊരു മജീഷ്യനല്ല. ഞാൻ കുഞ്ഞുങ്ങളോട് എപ്പോഴും പറയും, ഞാനൊരു കഥ പറയാമെന്ന് പറഞ്ഞ് ഇത് കാണിക്കുന്നത്. മജീഷ്യൻ എന്ന് പറയുമ്പോൾ അവർ ആ ഒരു എക്സ്പെക്റ്റിൽ നമ്മളെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അത് ഫ്ലോപ്പായി പോകാം. ഞാൻ പറയും, ഞാൻ പല സ്റ്റേജിൽ കാണിച്ചു, എല്ലായിടത്തും ചീറ്റിപ്പോയി, ഇന്നും അത് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ മാജിക്ക് കാണിക്കുന്നത്. അതിന് കാരണം ഞങ്ങൾക്ക് പണ്ട് VBS എന്ന് പറഞ്ഞ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, VBS. അപ്പോൾ അത് ഞാൻ ആദ്യം എനിക്ക് 18 വയസ്സുള്ളപ്പോഴാണ് ഞാൻ തണ്ണിത്തോടെന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ഫസ്റ്റ് റൗണ്ട് പോകും, സെക്കൻഡ് റൗണ്ട് സീതത്തോടും. അവിടെ ചെന്നപ്പോൾ ഒന്നുമില്ല, ഓർഗനും ഇല്ല, അന്ന് ഇന്നത്തെ കാലത്ത് ഒന്നുമില്ല. ജസ്റ്റ് ഈ പാട്ട് വായും കൊണ്ട് പാട്ട് പാടുക മാത്രം. പിള്ളേർക്ക് അത്രയും അങ്ങോട്ട് ഇതാകത്ത്. എന്നാൽ നമ്മുടെ കയ്യിലുള്ള വാസന കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. പക്ഷേ അന്ന് ലാസ്റ്റ് ഡേയിൽ അവിടെ അധ്യാപക മീറ്റിങ്ങിൽ അവർ പറഞ്ഞു, സാറേ ഇങ്ങനെയൊക്കെയുള്ള പോകുമ്പോൾ കുറച്ച് മാജിക് ഐറ്റംസ് ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു. അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ കടന്നു. ഞാൻ അടുത്ത വർഷം പോയത് നമ്മുടെ കോട്ടയം അഞ്ചേരി ക്രിസ്തോസ് പള്ളിയിൽ. അപ്പോൾ അവിടെ തിരുനക്കര മൈതാനമുണ്ട്, അമ്പലത്തിനടുത്തുള്ള. ഞാൻ വൈകിട്ട് അവിടെ ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഒരു മാജിക് ഐറ്റംസ് വിൽക്കുന്ന കണ്ടു. ആദ്യത്തെ മാജിക് ഐറ്റംസ് ഞാൻ അവിടെ നിന്ന് വാങ്ങി. അങ്ങനെ കുറേ അടുത്ത് പോയി ഇങ്ങനെ പല കാര്യം കളക്ട് ചെയ്തു. ഈ കുഞ്ഞുങ്ങളുടെ ഇടയ്ക്ക് കാണിക്കാവുന്ന രീതിയിൽ നല്ലൊരു തീം, കുഞ്ഞുങ്ങളുടെ മാത്രമല്ല ഒരു സാമൂഹ്യ ബോധവൽക്കരണം നടത്തിയ രീതിയിൽ തീം കൊടുക്കാൻ വേണ്ടി പല പല മാജിക് ഐറ്റംസ് വാങ്ങിച്ച് അങ്ങനെയാണ് ഈ മാജിക് ഐറ്റംസ് വാങ്ങിക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടായത്. വേണ്ടി കുറച്ച് ഐറ്റം കാണിക്കാൻ പറ്റുമോ? 1-2 ഐറ്റം തീർച്ചയായിട്ടും 1-2 ഐറ്റങ്ങൾ കാണിക്കാം. അത് കുഞ്ഞുങ്ങളെ അവർ കാണുന്ന റിവ്യൂവിൽ മാത്രമേ അത് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത് പലയിടത്തും കാണിക്കുന്ന ഒരു മാജിക്കാണ്. ഇത് കുഞ്ഞുങ്ങളിൽ ഈ ലഹരിയുടെ ഉപയോഗത്തിനെതിരായിട്ട് കാണിക്കുന്ന ഒരു മാജിക്കാണ്. പലയിടത്തും അത് തീം പല രീതിയിൽ മാറും. അത് ഓഡിയൻസിനനുസരിച്ചായിരിക്കും മാറുന്നത്. ഇത് ഒരു തരത്തിലൊന്ന് കാണിക്കാണ്ട് പോകണം. ഇതിപ്പോൾ നമ്മൾ പറയും
ഇത് സമൂഹം എന്ന് പറയും, അല്ല കുഞ്ഞുങ്ങളുടെ ഇടയിൽ പല രീതിയിൽ പറയും. ചിലയിടത്ത് ഇത് ഹൃദയമായിട്ട് കാണിക്കും. അതായത് സമൂഹത്തിൽ ലഹരി എന്ന് പറഞ്ഞ പലയിടത്തും ഉണ്ട്. ആ ലഹരിക്ക് നമ്മൾ അടിമപ്പെട്ട് പോകരുതെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒന്നുമില്ല, വളരെ ക്ലിയറാണ്. പക്ഷെങ്കിൽ പലയിടത്തും ഉണ്ടാകും. നമ്മളതിൻ്റെ ചതിക്കുഴി വീടരുതെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എവിടെ നിന്നാണ് ഈ ലഹരി വരുന്നത് നമുക്കറിയത്തില്ല. പക്ഷേ ഈ ലഹരി എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ഇതാണ്. എന്നാൽ നമുക്കിതതിനെ ഒരു പക്ഷെങ്കിൽ എപ്പോഴും നേരിട്ട് കാണാൻ പ്രയാസമാണ്. ഈ ലഹരിയിൽ കുഞ്ഞുങ്ങൾ വീണ് പോകരുത്. കാരണം അത് നമ്മുടെ കുടുംബം നശിപ്പിക്കും, സമൂഹത്തെ കാർന്ന് തിന്നുന്നതാണ് ലഹരി എന്ന് പറയുന്നത്. ഒരു കാരണവശാലും മദ്യം, മയക്കുമരുന്ന് അങ്ങനെയുള്ള ലഹരിയിലേക്ക് ആരും പോരുമെന്നുള്ളതാണ്. അപ്പം ഇത് എന്നാൽ തീർച്ചയായിട്ടും ഈ വലിയ ഒരു ഇടപെടൽ കൊണ്ട്, ഗവൺമെൻറ്റിൻ്റെ മറ്റുള്ളവരുടെ പ്രായമുള്ളവരുടെ ഇടപെടൽ കൊണ്ടാണ് ഈ ലഹരി നമുക്ക് മാറ്റി നിർത്താനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് എന്തോ അതെ, ആ ലഹരി ഇപ്പം കാണുന്നില്ല. കാരണം വളരെ പോലീസുകാരുടെ, എക്സൈസുകാരുടെ ഒരുമിച്ചുള്ള കൂട്ടായ പ്രവർത്തനം, അധ്യാപകരുടെ, ജനപ്രതിനിധി വലിയൊരു കൂട്ടായ്മ. എന്നാൽ ഒരിക്കലും അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്ന ഒന്നാണ്. ഒരിക്കലും പൂർണ്ണമായിട്ട് നഷ്ടപ്പെടത്തില്ല. അത് സമൂഹത്തിലുണ്ട്. പക്ഷെങ്കിൽ അതിനെ ശ്രദ്ധിക്കുക, അടിച്ചമർത്തുന്നത് വളരെ ആവശ്യമാണെന്നുള്ളതാണ്. ഒരിക്കലും അത് പൂർണ്ണമായിട്ട് മാറുന്ന ഒന്നല്ല. നമുക്ക് എപ്പോഴാണ് തല പൊക്കുന്നത് അറിയാനായിട്ട് പറ്റത്തില്ല. ലഹരി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇത് അതുപോലെ തന്നെ ഉപയോഗിക്കുന്നൊരു ഒരു ചെറിയ മാജിക്കാണ്. ഇത് ഞങ്ങളുടെ ഈ സ്തോത്രകാഴ്ച സഞ്ചി പോലൊരു സാധനമാണ്. ഇതിനകത്ത് ഞാൻ കുറച്ച് റിബണുകൾ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് റിബൺ നിർത്തി കാണിക്കാം. കുറേ ഉണ്ട്. ഇത് കുറച്ച് കുഞ്ഞുങ്ങളെ സ്റ്റേജിലേക്ക് എൻ്റെ അടുത്തേക്ക് വിളിച്ച് അങ്ങനെ അവരിൽ കൂടെ കാണിക്കുന്നൊരു മാജിക്കാണിത്. ഇതൊരാളുടെ സഹായത്തിനുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ, അത് പറ്റത്തില്ല, കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാനൊന്ന് തുറന്ന് കാണിക്കാം. എൻ്റെ സഞ്ചി ഇങ്ങനെ തുറന്നാൽ ഇത് നമ്മുടെ പള്ളികളിലൊക്കെ സ്തോത്രാഴ്ച കിട്ടുന്ന ടൈപ്പ് ഒരു സഞ്ചിയാണ്. അപ്പോൾ ഇത് കുഞ്ഞുങ്ങളോട് പറയും, കുഞ്ഞുങ്ങളുടെ കഴിവിനെ കാണിക്കുന്നൊരു മാജിക്കായിട്ട് അത് പല രീതിയിൽ കാണിക്കാറുണ്ട്. അപ്പോൾ ഓരോ കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് പറയും, ഇത് ഓരോ അളവിലുള്ളതാണ്, പല അളവ് വ്യത്യാസമാണ്. ഇത് ഓരോരുത്തരെ കൊടുത്തിട്ട് നിങ്ങൾ ഇതിനകത്ത് ഇടാനായിട്ട് പറയും. അവർ ഓരോരുത്തരായിട്ട് കൊണ്ടുവന്ന് ഇതിനകത്ത് ഇങ്ങനെ ഇടും. അപ്പം പറയും ഇത് ചെറുതാണ്, ഇത് അല്പം കൂടെ വലുതാണ്. അവരവരുടെ സാധ്യതകൾ, അവരുടെ കഴിവ്. കാരണം പലർക്കും പലതരത്തിലുള്ള കഴിവ്. ചിലർക്ക് പാടാനായിരിക്കാം, ചിലർക്ക് പ്രസംഗിക്കാനായിരിക്കാം, ചിലർക്ക് പടം വരയ്ക്കാനായിരിക്കാം. പലതരത്തിലുള്ള കഴിവാണ്. ഇതും പല അളവിലുള്ളതാണ്. ഇത് തീരെ കുഞ്ഞാണ്. അപ്പോൾ പലതരത്തിലുള്ള. എന്നാൽ ഞാൻ പറഞ്ഞ ഈ സാധ്യതകളെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് കൂട്ടുമ്പം അത് വലിയൊരു സാധ്യതയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതായത് അതിൻ്റെ ഒരു സന്ദേശം ഇതാണ്. ഇത് നമുക്ക് പല തരത്തിലുള്ളതാണ്. ചെറിയ പീസുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം പറയുന്നതാണ് അതായത് ഈ ചെറിയ പീസുകൾ, അതായത് ചെറിയ സാധ്യതകൾ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ വലിയൊരു സാധ്യതയായിട്ട് മാറുന്നുള്ള ആവശ്യം. ഇനി ശ്രദ്ധിക്കുക, ഇനി അവരെ വിളിച്ചു അവരെ കൊണ്ടൊക്കെ മണ്ടൊക്കെ ഒന്ന് കൈവെപ്പിച്ചതിന് ശേഷമാണ് ഇത് എടുക്കുന്നത്. ഗ്രൂപ്പായിട്ട് കാണിക്കുന്ന ഒരു മാജിക്കാണ്. എങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കുന്നു. എന്നിട്ട് അതിന് ശേഷം ഒന്ന് എടുക്കാനായിട്ട് പറയുന്നു. അപ്പോൾ ഏതൊരു കുഞ്ഞിനെ കൊണ്ടോ അല്ലെങ്കിൽ പ്രധാന ഒരാളിനെ കൊണ്ടോ അത് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വഹിക്കാനായിട്ട് പറയുന്നു. അപ്പോൾ ഇവരിങ്ങനെ എടുക്കുമ്പോൾ അവർ കൊച്ചു സാധ്യതകളാണ് അവരിട്ടത്. അതെ, അവർ കൊച്ചു സാധ്യതകളാണ് ഇട്ടത്. പക്ഷെങ്കിൽ എല്ലാവരുടെയും കഴിവുകൾ ഒരുമിച്ച് കൂട്ടിയപ്പോൾ അത് സമൂഹത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന വലിയ ഒരു സാധ്യതയായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഈ മാജിക് കൂടി ഇത് കാണുന്നത്. എങ്ങനെയാണ് ഈ ഗാന മേഖലയിലേക്ക്, പാട്ടിൻ്റെ മേഖലയിലേക്ക് കടന്നു വരുന്നത്? വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ ഈ പാട്ടൊരു കൂടെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു അനുഭവം? ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ മാർത്തോമ സഭയിലെ ഒരു അംഗമാണ് ഞാൻ. കീക്കുഴു മാർത്തോമ ഇടവാംഗമാണ് ഞാൻ. 9 വയസ്സുള്ളപ്പം ഞാൻ ഞങ്ങളുടെ ഗായസംഘത്തിൽ പ്രവേശിച്ചതാണ്. ഇപ്പോൾ ഏകദേശം 37 വർഷം ആകുന്നു ഗായസംഘത്തിൽ ഒരു അംഗമായിട്ട് തുടർച്ചയായിട്ട്. ഇതുവരെ ഞാൻ ഔട്ടാകാതെ അങ്ങനെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു 22 വർഷത്തോളമായിട്ട് ഞാനിപ്പം ഗായസംഘത്തിൻ്റെ ലീഡർ കൂടാണ്. അപ്പോൾ എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റ് പല പള്ളികളിൽ ക്രിസ്മസിനൊക്കെ പാട്ട് പഠിപ്പിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞു, അടിസ്ഥാനപരമായിട്ട് സംഗീതം കുറച്ച് നാളുകൾ മാത്രമേ അഭ്യസിച്ചിട്ടുള്ളൂ, വലുതായിട്ടൊന്നും അഭ്യസിച്ചിട്ടില്ല. എന്നാൽ പണ്ട് മുതൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കുടുംബമായിട്ട് തന്നെ എല്ലാവരും ഫാദറും മദറും ഒക്കെ പണ്ട് കൊച്ചു നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ പാടിത്തൊട്ട് അങ്ങനെ സഹോദരങ്ങൾ, ഞങ്ങൾ വലിയൊരു ഫാമിലി. ഞാൻ 9 മക്കൾ ഇളയ ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് കൊച്ചിലെ പോലെ അങ്ങനെ ഒരു താല്പര്യം കിട്ടിയതുകൊണ്ട് അതിനൊക്കെ ഉപയോഗിക്കാനായിട്ട് ധാരാളം അവസരമുണ്ടായിരുന്നു. സൺഡേ സ്കൂൾ മത്സരത്തിനും മറ്റുമൊക്കെ അവസരമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു കൊച്ചിലെ മുതലേ നമുക്ക് സഭാകമ്പമൊക്കെ മാറി പ്രസംഗിക്കാനും പാടാനുമൊക്കെ ചെറിയ കഴിവുകൾ അത് വിപുലപ്പെടുത്താനായിട്ട് കഴിഞ്ഞു. അപ്പോൾ അതാണ് കിട്ടിയൊരു അവസരം ഞാൻ ഭംഗിയായിട്ട് വിനിയോഗിക്കാനായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഫാമിലി ഞങ്ങൾ ഒരുമിച്ച്, എൻ്റെ വൈഫ് മന്ന പുന്നക്കാട് സ്വദേശിയാണ്. മക്കൾ 2 പേരുണ്ട്. മോനെ ഇപ്പോൾ ബെസലേൽ ബെച്ചു എന്ന് വിളിക്കും, BCom LLBക്ക് പഠിക്കുകയാണ് മൗണ്ട് സിയോൺ ലോ കോളേജിൽ 4ാം വർഷമായി. മോള് മാർത്തോമ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്നു, ഫുഡ് മൈക്രോബയോളജി ഡിഗ്രിക്ക് ഇപ്പോൾ ഫസ്റ്റ് ഇയർ ചേർന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പാടുന്നു. ഈ പാട്ടെന്ന് പറയുമ്പോഴും ഞങ്ങൾ പറഞ്ഞ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഗ്രൂപ്പായിട്ടാണ് പറഞ്ഞത്. ഞങ്ങൾക്കൊരു 4 പാർട്സ് ടീമാണ് കൂടുതലായിട്ടുള്ളത്. 4 പാർട്സ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എല്ലാവർക്കും അറിയത്തില്ല. ഈ ഒരു പാട്ടിനെ 4 സൗണ്ടിലാക്കി പാടുന്ന ഓരോരുത്തരും ഓരോ ഗ്രൂപ്പ്. അതിനകത്തിൽ ഒരാൾ സുപ്രാനോ പാടും, ഒരാൾ ഓൾട്ടോ പാടും, ഒരാൾ ബേസ് പാടും, ഒരാൾ ടെൻഡർ പാടും. അപ്പം ഞാൻ ബേസാണ് പാടുന്നത്. എൻ്റെ ഈ സൗണ്ട് ബേസാണ് ഞാൻ പാടുന്നത്. അപ്പം മോനെ ടെൻഡർ പാടും, മോൾ ഓൾട്ടോ പാടും, വൈഫ് സുപ്രാനോ പാടും. അപ്പോൾ ആ രീതിയിലാണ് ഞങ്ങൾ അങ്ങനെ ഒരുമിച്ചാണ് ഞങ്ങൾ സാധാരണ കൂടുതലായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന് വ്യത്യസ്തമായ രീതിയിൽ അത് പഠിക്കാനും ഒക്കെ ചെറിയൊരു അവസരം കിട്ടി. അത്
അത് ഭംഗിയായിട്ട് വിനിയോഗിക്കുന്നു. കുടുംബം മുഴുവൻ ഒരു സംഗീത ഫാമിലിയാണ്. എന്ന് പറയാം. ഇതൊന്നും ഞങ്ങളുടെ മിടുക്കോ സാമർഥ്യമല്ല, ഞങ്ങൾ ദൈവത്തിൻ്റെ കൃപയെന്ന് മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് ഞങ്ങൾ തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം എല്ലാവരും പാടണം, അങ്ങനെ ഒരുമിച്ച് പാടട്ടെ. ഞങ്ങൾക്ക് ചെറിയൊരു യൂട്യൂബ് ചാനൽ, ചെറിയൊരു യൂട്യൂബ് ചാനൽ ഞങ്ങൾക്കുണ്ട്. ആദ്യം കുടുംബ ഗായക എന്ന് പറഞ്ഞ് ഞങ്ങൾ തുടങ്ങി. ഞങ്ങൾ അതിൻ്റെ ലക്ഷ്യം പാട്ട് പാടാൻ കഴിവുള്ള കുടുംബങ്ങളൊക്കെ അതിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. കുറേ ആൾക്കാരെടുത്തു. ഇപ്പോൾ അത് മെലഡി ഇൻ ഫാമിലി, അതായത് ഇംഗ്ലീഷിലാക്കണമെന്ന് പലരും പറഞ്ഞുകൊണ്ട് മെലഡി ഇൻ ഫാമിലി എന്നാക്കിക്കൊണ്ട് അത് ചെയ്യുന്നു. ഏകദേശം 2500ഓളം സബ്സ്ക്രൈബേഴ്സായിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ വളരെ ചുരുക്കമായിട്ട് അതിനകത്തിൽ പ്രോഗ്രാമുകൾ ഇടാറുള്ളൂ. അങ്ങനെ ഒരു ചാനലും ഉണ്ട്. മിക്കവാറും ഞങ്ങളുടെ തന്നെ പാട്ടുകളാണ് അതിനകത്തുള്ള. അങ്ങനെ ഒരു അവസരം ഉണ്ട് എന്നുള്ള സന്തോഷപൂർവ്വം അറിയിക്കുന്നു. അപ്പോൾ ഈ ജനപ്രതിയായിരിക്കുമ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധിയായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്തിലായിരുന്നു, കൂടാതെ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്നു. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സേവനം ചെയ്ത ഒരു അനുഭവം നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കുക. ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. പെട്ടെന്ന് ചോദിച്ചാൽ അതിലേത് പറയണം, ധാരാളം അനുഭവങ്ങളുണ്ട്. ഏറ്റവും ഇത് പറയാനായിട്ടുള്ളത് ഈ ഞങ്ങളുടെ ഏകദേശം അടുത്തുള്ളൊരു ആളായിരുന്നു കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ ആൾ. അദ്ദേഹം പണ്ട് കൊച്ചിലെ എന്തോ സാഹചര്യത്തിൽ വീട് വിട്ട് പോകേണ്ടത്, പിന്നെ ഇച്ചിരി മാനസിക പ്രശ്നമായിട്ടാണ് വന്ന് അദ്ദേഹം ഇങ്ങനെ കുറച്ച് ജോലികൾ ചെയ്യുമായിരുന്നു. പക്ഷേ ജോലിയൊക്കെ ചെയ്ത പുള്ളിക്ക് കണ്ണിന് കാഴ്ച കുറവായി. താഴെ ഒരു കടത്തണ്ടയിലാണ് പുള്ളി കടന്നു കൊടുക്കുന്നത്. അങ്ങനെ റോഡിൽ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ അദ്ദേഹത്തെ വണ്ടി ഇടിക്കും. അവിടെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റണം ഞങ്ങളതിനും കൂടെ ഒന്ന് ആഗ്രഹിച്ച് കുറേ പണിപ്പെട്ടു. നമ്മുടെ സാമൂഹ്യനീതി ഓഫീസർമാരെ കണ്ടു. അന്ന് മലപ്പള്ളി ഷാലൂമിലാക്കാൻ വേണ്ടി ഒത്തിരി പേപ്പർ വർക്കുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത് ഫ്രീ ആയിട്ടാണ്, അവർക്ക് അത്ര വലിയ സാമ്പത്തിക ഉള്ളവരല്ല. അദ്ദേഹത്തെ അന്നാക്കി. അതിന് ശേഷം ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു, ഇന്ന് കുഞ്ഞച്ചൻ ഭംഗിയായ രീതിയിൽ ഓണം ഉണ്ണും. കാരണം ഇവിടെ അലഞ്ഞു തിരിഞ്ഞൊരു മനുഷ്യനെ ആ ഒരു സ്ഥാപനത്തിലാക്കിയപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം. കാരണം അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ, മറക്കാൻ പറ്റാത്ത ഒത്തിരി അനുഭവങ്ങൾ അങ്ങനെ പറയാനായിട്ടുണ്ട്.